ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കിവി ഫ്രൂട്ട് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന ടെപ്പൂക്കയിലാണ്. നിങ്ങളെ അധികം ബോറടിപ്പിക്കാതെ ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. കിവി ഫ്രൂട്ട് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ചൈനീസ് ഗൂസ്ബെറി എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. ടൗറംഗയുടെ സൗത്ത് ഈസ്റ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ടൗൺ ആണ് ടെപ്പൂക്കെ. അതെ, ടൗൺ ചെറുതാണ്, കാരണം എവിടെ നോക്കിയാലും കിവി ഫ്രൂട്ട് പ്ലാന്റേഷൻസ് ആണല്ലോ. ടെപ്പൂക്കയെ കിവി ഫ്രൂട്ട് ക്യാപിറ്റൽ എന്ന് വിളിക്കാൻ ഇതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെയാണ് ന്യൂസിലൻഡിലുള്ള 60% കിവി ഫ്രൂട്ട്സും ഗ്രോ ചെയ്യുന്നത്. ന്യൂസിലൻഡിലെ കിവി ഫ്രൂട്ട് ഹാർവസ്റ്റ് സീസൺ എന്ന് പറയുന്നത് പൊതുവെ മാർച്ച് ടു മെയ് ആണ്. ഈ സമയത്താണ് ഇത് പിക്ക് ചെയ്ത്, ചെക്ക് ചെയ്ത്, പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യുന്നത്. ഏകദേശം ഒരു ജനുവരി മുതൽ ഹാർവസ്റ്റ് സീസണിന് വേണ്ടിയിട്ടുള്ള ജോബ് അഡ്വർടൈസ്മെന്റ് ഒക്കെ തുടങ്ങും. ഈ ഒരു ടൈമിൽ ഇവിടെ ആയിരക്കണക്കിന് ജോബ് അവൈലബിലിറ്റീസ് ഉണ്ടാവും. കൂടുതലും സീസണൽ വർക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ. 2018 തോന്നുന്നു ഇവിടെ സീസണൽ വർക്കേഴ്സിന് നല്ല ഷോർട്ടേജ് വന്നതുകൊണ്ട് വിസിറ്റിംഗ് വിസയിലുള്ളവർക്ക് പോലും ചില വിസ കണ്ടീഷൻസ് വ്യത്യാസപ്പെടുത്തി അവർക്കിവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. ഇത് കണ്ടോ, അവര് വളരെ ശ്രദ്ധിച്ചാണ് ഈ ബിന്നിലേക്ക് ഇടുന്നത്. കാരണം ഇടുന്ന സമയത്ത് എന്തെങ്കിലും അതിന്റെ കേട് പറ്റിക്കഴിഞ്ഞാൽ ഒന്നില്ലേ അത് വേസ്റ്റ് ആകും, അല്ലെങ്കിൽ അത് വേറെ ക്ലാസ് ആയിട്ട് മാറും. ക്ലാസ് എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. പക്ഷെ അതിനു മുമ്പ് ഒരുപാട് കിവി ഫ്രൂട്ട് പ്ലാന്റേഷൻസ് ഉള്ള പോലെ തന്നെ കിവി ഫ്രൂട്ട് പാക്കിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാടധികം കമ്പനീസും ടെപ്പൂക്കയിലുണ്ട്. ഹാർവസ്റ്റ് സീസൺ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള കുറേ അധികം ജോബ്സും അവിടുന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് എന്താണെന്ന് പറയാം. അതായത് ഈ കിവി ഫ്രൂട്ടിൽ തന്നെ ഗോൾഡൻ കിവി, ഗ്രീൻ കിവി, റെഡ് റൂബി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ എന്നാൽ ഈ വെറൈറ്റീസിൽ തന്നെ ഡിഫറെന്റ് ക്ലാസസ് ഉണ്ട്. അതായത് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 അങ്ങനെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 1 ആണ് ഏറ്റവും നല്ല, ഏറ്റവും ക്വാളിറ്റി ഉള്ള കിവി ഫ്രൂട്ട്. അത് പൊതുവേ നമുക്കിവിടെ ലോക്കൽ മാർക്കറ്റ്സിലൊന്നും കിട്ടാറില്ല. അത് കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യാറാണ് പതിവ്. നമുക്കിവിടെ വരുന്നത് ക്ലാസ് 2ഓ ക്ലാസ് 3ഓ ആയിരിക്കും. ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവത്തില്ല. പക്ഷേ ഇത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീൻസിലൂടെ കടത്തിവിട്ടതിന് ശേഷം ഇതിനെ ഡിഫറെന്റ് ക്ലാസസ് ആയിട്ട് പാക്ക് ചെയ്യുന്നതാണ്. ഇത്രയും ക്വാളിറ്റി നോക്കുന്നത് കൊണ്ട് തന്നെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഓരോ കിവി ഫ്രൂട്ട് സീസണിന്റെ സ്റ്റാർട്ടിങ്ങിലും ഇതുപോലെയുള്ള പാക്കിംഗ് കമ്പനീസ് അവരുടെ ടെക്നോളജി ഇംപ്രൂവ് ചെയ്യാനായിട്ട് മുടക്കുന്നത്. ഇനി ഞാൻ പോയി കുറച്ച് കിവി ഫ്രൂട്ട് കഴിക്കട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്കും കൂടെ ചെയ്തേക്കുക കേട്ടോ. വീഡിയോസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.